ഡോക്ടറെ, നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാത്തൊരു അനുഭവം എന്താ? ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പം കാർ പാർക്ക് ചെയ്തിട്ട് ഞാൻ വിൻഡോ പാൻ ഗ്ലാസ് പൊക്കുന്ന സമയത്ത് ബാക്കിലായിരുന്നു മോൻ ഇരുന്നത്, ഒരു 3 വയസ്സ്. അപ്പം മോൻ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കുന്ന സമയമാണ്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഗ്ലാസ് പൊക്കിയിട്ട് അതിൻ്റെ ഇടയിലൊന്ന് കുറച്ച് സമയത്തേക്ക് അതിൽ എന്താ പറയുക, മോൻ്റെ കഴുത്തിൽ അങ്ങനെ കുടുങ്ങി. അത് ആ ട്രോമ ഒന്നും പറ്റിയിട്ടില്ല, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ എനിക്കത് മനസ്സിലായി. പക്ഷെ ആ ട്രോമ എനിക്ക് ഇപ്പോഴും ചിലപ്പോൾ ഞാനത് ആലോചിക്കും. ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയി എന്ന് കേട്ട June 14th വാസ് വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. മോനുണ്ടായപ്പോൾ അവൻ ആദ്യം കാണുന്ന ആ സമയമാണ് എന്നെ ഏറ്റവും മറക്കാൻ പറ്റാത്ത. ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഇൻ മെട്രോ ഹോസ്പിറ്റലായിരിക്കും മോസ്റ്റ് മെമ്മറബിൾ ഒക്കേഷൻ എന്ന് പറയുന്നത്. റീസെൻ്റ്ലി ഐ ട്രാവൽഡ് അബ്രോഡ് അലോൺ ട്രൈങ് ടു സെറ്റ് അപ്പ് തിങ്സ്. അതാണ് എനിക്ക് ഏറ്റവും ഇപ്പം മറക്കാൻ പറ്റാത്തത്. റസൽ ക്രോവിൻ്റെ എ ഗുഡ് ഇയർ. ക്യാപ്റ്റൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സിംഗിൾ കിഡ്നി ആയിരുന്നു. ആ വൃക്കയിൽ തന്നെ മുഴ വരികയും ക്യാൻസർ വരികയും ആ വൃക്ക നീക്കം ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡയാലിസിസിലേക്ക് പോകും. അവർ വളരെ കോംപ്ലക്സ് സിറ്റുവേഷൻസിലായിരുന്നു ആ ട്യൂമർ ഉണ്ടായിരുന്നത്. ആ വൃക്ക മുഴുവനായിട്ട് കീഹോൾ സർജറിയിലൂടെ നീക്കം ചെയ്യുകയും ബെഞ്ച് സർജറി എന്ന ടെക്നിക്കിലൂടെ കിഡ്നി കൂൾ ചെയ്തിട്ട് നമ്മൾ ടേബിളിൽ തന്നെ ഐസിട്ട് കൂൾ ചെയ്ത് ആ ട്യൂമർ നമ്മൾ കൈകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഡിസെക്റ്റ് ചെയ്ത് എടുത്തൊഴിവാക്കുകയും റിപ്പയർ ചെയ്ത് ആ വൃക്ക തന്നെ വെച്ചു കൊടുക്കുകയും അതിൽ നിന്ന് മൂത്രം ഉണ്ടായാൽ ഡയാലിസിൽ നിന്ന് രക്ഷപ്പെടുകയും അസുഖത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ ഒരു വൺ ഓഫ് ദ കോംപ്ലക്സ് കേസസ് ആദ്യമായി ചെയ്തത്.